സംസ്ഥാനത്തും സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, അതായത് ഈ SIR സാങ്കേതികമായി ആരംഭിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. നടപടികൾ സുതാര്യവും ലളിതവുമായിരിക്കും, ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട എന്നുമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്നലെ പറഞ്ഞത്. 2002 പട്ടിക അടിസ്ഥാനപ്പെടുത്തിയാകും നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുക. ബീഹാർ മോഡലിൽ SIR നടപ്പാക്കുന്നതിനെ BJP ഒഴികെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിർക്കുന്നതാണ് ദേശീയ തലത്തിൽ നമ്മൾ കണ്ടത്. 20-ാം തീയതി വിളിച്ച യോഗത്തിൽ പാർട്ടികൾ എതിർപ്പറിയിക്കും. പ്രത്യേക ലക്ഷ്യം വെച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്നാണ് CPIM പറയുന്നത്. SIR സുപ്രീംകോടതി പരിഗണിക്കെ രാജ്യവ്യാപകമായി നടപ്പാക്കാനുള്ള തീരുമാനം തെറ്റാണ് എന്ന് മന്ത്രി P. രാജീവും പ്രതികരിച്ചിട്ടുണ്ട്. BJP നീക്കത്തെ ശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കി. അതേസമയം വോട്ടർ പട്ടിക പരിഷ്കരണത്തെ സ്വാഗതം ചെയ്യുകയാണ് BJP. ഇന്ന് വന്ന പ്രതികരണങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കെ രാജ്യത്താകെ ശക്തമായ പ്രതിഷേധം ഉയർന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യത്താകെയും ഇത് വ്യാപിപ്പിക്കുമെന്നുള്ളത് അങ്ങേയറ്റം ധിക്കാരപരമായ നിലപാടാണ്. അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരികയും ഇപ്പോൾ ഒരാൾക്ക് 2-1 അതിലധികം സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ ഒഴിവാക്കാം, തെറ്റായ രേഖ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കാം. അതെല്ലാം നിലവിൽക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നത് അത് പ്രത്യേകമായിട്ടുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നാണ് ബീഹാറിന്റെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് ഞങ്ങൾ അതിശക്തമായി എതിർക്കും. കാരണം ഇത് നീതിപൂർവമായ സത്യസന്ധമായ തെരഞ്ഞെടുപ്പിന് എതിരായിട്ടുള്ള BJPയുടെ തന്ത്രമാണ്. എന്തിനാണ് വോട്ടർ പട്ടിക 2002 പോകുന്നത്? 52 ലക്ഷം പേരുടെ വോട്ട് ചേർക്കേണ്ടി വരും. കേരളത്തിൽ എന്താണ് നടക്കുന്നത്? ഇനി എത്ര ശ്രമകരമായ കാര്യമാണ്. എത്ര അർഹതയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാതെ പോവും. 52 ലക്ഷം പേരുടെ ഇനി ചേർക്കാനുള്ളവരുടെ കൂടാതെ 52 ലക്ഷം പേർ യഥാർത്ഥത്തിൽ ഇപ്പോൾ വോട്ടർ പട്ടികയിലുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ 23 വർഷമായി വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു സുപ്രഭാതത്തിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാതാകുന്ന മായാജാലമാണ് SIR എന്ന് പറയുന്നത്. അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും. അതിനെതിരായി ഞങ്ങൾ ശക്തിയായ പ്രക്ഷോഭം ബീഹാറിൽ എന്നതുപോലെ കേരളത്തിലും സംഘടിപ്പിക്കും. ഒരു സംശയവും വേണ്ട. നമ്മുടെ നാട്ടിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കണമെന്നുള്ള നിലപാടാണ് BJPക്കുള്ളത്. കാരണം വോട്ടർ പട്ടികയിൽ ഒരുപാട് ക്രമക്കേടുകളുണ്ട്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആശങ്കപ്പെടുന്നുണ്ടല്ലോ. അപ്പം അത് പരിഷ്കരിക്കാനുള്ള സംവിധാനം വേണ്ടേ? എന്തിനാണ് കേരളത്തിലെ LDFനും UDFനും ഇത്ര ആശങ്ക? ആരാണ് വോട്ടർ പട്ടികയിൽ കള്ളവോട്ട് ചേർക്കുന്നത്? കേരളത്തിൽ CPM കോൺഗ്രസുമാണ്. അതുകൊണ്ട് വ്യക്തമായ തിരിച്ചറിയൽ രേഖയോടുകൂടി വോട്ടർ പട്ടിക പരിഷ്കരിച്ചു കഴിഞ്ഞാൽ ബീഹാറിലെ പോലെ വ്യാജ വോട്ടർമാരെല്ലാവരും വോട്ടർ പട്ടികയിൽ വെളിയിലായി പോകും. അതിന്റെ ദോഷം അനുഭവിക്കാൻ വേണ്ടി പോകുക CPM കോൺഗ്രസുമാണ്. അതുകൊണ്ടാണ് നിലപാടുള്ളത്. ഒരു ഭാഗത്ത് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട് എന്ന് പറയുകയും മറുഭാഗത്ത് വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഇരട്ടത്താപ്പാണ്. ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. നമുക്കൊപ്പം റിപ്പോർട്ടേഴ്സ് ചേരുകയാണ് തത്സമയം. TV പ്രസാദ്, റഹീസ് റഷീദ്, VS രഞ്ജിത്ത്, ആദിൽ പാലോട് എന്നിവരാണ് നമുക്കൊപ്പം ഉള്ളത്. ഗുഡ് ഈവനിംഗ് ഗൈസ്. ആദ്യം TV പ്രസാദിലേക്ക്. TV പ്രസാദ്, SIR രാജ്യവ്യാപകമായി നടപ്പാകുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും അതിനായിട്ടുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ബീഹാറിൽ കണ്ട അതേ സ്പീഡ് കേരളത്തിലും ഉണ്ടാകുമോ? ഇവിടുത്തെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ബീഹാർ കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ ഈ നടപടികൾ പൂർത്തിയാക്കേണ്ട സംസ്ഥാനങ്ങളിൽ ഒന്ന് അത് കേരളമാണ് സുജയ. കാരണം ഏപ്രിൽ മാസത്തിൽ തന്നെ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ നടപടികൾ പൂർണ്ണമായും പൂർത്തിയാക്കണം. ജനുവരി മാസത്തിന് മുമ്പ് തന്നെ ഇത് പൂർത്തിയാക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട പ്രതിസന്ധി ഉള്ളത് 2002 വരെ വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവർ മാത്രമേ ഇപ്പോൾ നിലവിൽ മറ്റ് നടപടിക്രമങ്ങളൊന്നും പൂർത്തീകരിക്കേണ്ടാത്ത ആളുകളായി ുള്ളൂ. അതിനുശേഷം അതായത് 2002 വരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവരെല്ലാം കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ഒരു കാര്യം ചോദിച്ചോട്ടെ പ്രസാദ്, എന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നത് 2002 ശേഷമാണ്. പ്രസാദിന്റെ കാര്യം എങ്ങനെയാണ്? 2002 ശേഷമാണോ മുൻപാണോ? നമ്മൾ ഈ രേഖയുമായിട്ട് പോകേണ്ടി വരുമോ? ഉറപ്പായിട്ടും 2002 ശേഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആത്മാർത്ഥമായി നമുക്ക് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് സുജയ. ഒരുപാട് പേരെ ബാധിക്കുന്ന കാര്യമാണ്. ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം 2002 വരെ ഈ ലിസ്റ്റിലുള്ളവർ BLO മാർക്ക് എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് അത് ഒപ്പിട്ട് നൽകിയാൽ മതി. പക്ഷേ 2002 ശേഷം പേരുള്ളവർ, അതായത് പിന്നീട് വോട്ട് ചെയ്തവരെല്ലാവരും ഈ 12 തിരിച്ചറിയൽ കാർഡ്, ആധാർ ഉൾപ്പെടെയുള്ള 12 തിരിച്ചറിയൽ കാർഡിൽ ഏതെങ്കിലും ഒന്ന് കാണിച്ച് സ്ഥിരീകരിച്ച്
ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴുണ്ടാകുന്ന കൺഫ്യൂഷൻ ഇത് BLOമാരുടേതാണ് പൂർണ്ണമായ ഉത്തരവാദിത്തം, അവർക്കാണ് വലിയ ചുമതല. BLOമാർ ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്നാണ് പറയുക. അവർ ഓരോ വീടുകളിലും എത്തി ഓരോ വോട്ടർമാരെയും നേരിട്ട് കാണേണ്ടതുണ്ട്. അങ്ങനെ ഇത് ക്രമീകരിക്കാൻ ശ്രമിച്ചാൽ ഇത് എത്ര കാലം കൊണ്ട് പൂർത്തിയാകും എന്ന കാര്യം അറിയില്ല. അതേപോലെ തന്നെ മറ്റൊരു ആശങ്കയുള്ളത് മരിച്ചവരെയും ഇരട്ട വോട്ടുള്ളവരെയും ഒഴിവാക്കുക എന്നുള്ളത് സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇതിൽ പ്രതിസന്ധിയിലാവാൻ പോകുന്നത് കുറച്ചു കാലത്തേക്കെങ്കിലും വിദേശത്തേക്ക് പോയവർ, വിദേശത്ത് ജോലി ചെയ്യുന്നവർ, അവരെന്നേക്കുമായി ഇതിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ രേഖകൾ കൊണ്ടുപോയി കാണിച്ച് ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടാതിരിക്കാനായിട്ടുള്ള കാരണം അറിയിക്കണം. കാരണം ബീഹാറിൽ നടപ്പാക്കിയത് അത് അതേപടി അംഗീകരിക്കപ്പെടുന്നു എന്നതാണ് നമ്മൾ കണ്ടത്. ലക്ഷക്കണക്കിന് ആളുകളെ ഒഴിവാക്കുന്നു, എന്നാൽ അതിൽ കുറച്ചാളുകൾക്ക് മാത്രമാണ് തിരിച്ച് ആ പട്ടികയിൽ ഉൾപ്പെടാൻ സാധിച്ചത്. ഇതിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഈ വിഷയം, അതുകൂടി നമുക്കൊന്ന് നോക്കാം. പ്രസാദ്, റഹീസ് റഷീദ് നമുക്കൊപ്പം ഉണ്ട്. റഹീസ്, ഗുഡ് ഈവനിംഗ്. രാഷ്ട്രീയ പാർട്ടികളിൽ ഇപ്പോൾ BJP ഒഴികെയുള്ള മറ്റു പാർട്ടികളൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ദേശീയ തലത്തിൽ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അത് കേരളത്തിലേക്ക് സ്വന്തം മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാണ് അതിലെ എതിർപ്പറിയിക്കാൻ പോകുന്നത്? എന്താണ് നീക്കങ്ങൾ? സുജയ, കേരളത്തിൽ BJP ഒഴികെയുള്ള അല്ലെങ്കിൽ BDJS-ഉം BJP-യും ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എതിരായ നിലപാട് ഇതിനകം തന്നെ എടുത്തിട്ടുണ്ട്. അവർ ഔദ്യോഗികമായി നിലപാട് അറിയിക്കുക ഈ മാസം 20-നാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ 20-ാം തീയതി സംസ്ഥാനത്തെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ CPM-ഉം CPI-യും കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് എമ്മും അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിരഭിപ്രായം അറിയിക്കും. ഇതിൽ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്ന കാര്യം ബീഹാറിലെ പോലെ ആവില്ല കേരളത്തിലെ കാര്യങ്ങൾ. കാരണം അദ്ദേഹം പറയുന്നത് 2022-ലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന 80% ആളുകളും 2025-ലെ വോട്ടർ പട്ടികയിലുണ്ട്. 2022-ലും 2025-ലും വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവർ പ്രത്യേകമായി രേഖകൾ ഹാജരാക്കേണ്ടതില്ല. അതായത് നിലവിൽ വോട്ടർ പട്ടികയിലുള്ള 80% ആളുകളും പ്രത്യേകമായി ഏതെങ്കിലും ഈ പറയുന്ന 12 അതൊരു പോസിറ്റീവായ കാര്യമാണ് റഹീസ്. കാരണം ഈ ലക്ഷക്കണക്കിനുള്ള ഒരു ഒഴിവാക്കൽ അല്ലെങ്കിൽ ഒരു ഒമിഷൻ ഇവിടെ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 20-ാം തീയതിക്കായി നമുക്ക് കാത്തിരിക്കാം.